നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന് പറയുന്നു. ഈ ഞാൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആളാര? ഈ ശരീരമാണോ അത് വേറെ വല്ലതുമാണോ? ഒരു ചിന്ത മനസ്സിലാവാനും ശരിയല്ല, എല്ലാവർക്കും മനസ്സിലാവും. നമ്മളെല്ലാവരും ഞാൻ 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 എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളെ പേര് ചോദിച്ചാൽ പേര് പറയും, അച്ഛൻ്റെ പേര് പറയും, അമ്മയുടെ പേര് പറയും. പക്ഷെ ഞാൻ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ ആർക്കും പറ്റുന്നില്ല. ഈ ഞാൻ ഓരോരുത്തർക്കും ഞാൻ അവരവർക്ക് ആരാണ് ഞാൻ? പലരും പറയാൻ ശ്രമിച്ചിട്ട് ഒക്കുന്നില്ല ആരായി ഞാൻ എന്നുള്ളത്. ഈ ശരീരം എൻ്റേതാണ് അല്ലേ? എൻ്റെ ശരീരം ഞാനാണോ? എൻ്റേതെന്ന് പറയപ്പെടുന്ന ഒന്നും ഞാനല്ലല്ലോ. എൻ്റെ വാച്ച്, എൻ്റെ മാല എന്നൊക്കെ പറയുമ്പോൾ എൻ്റേതെന്ന് പറയപ്പെടുന്ന ഒന്നും ഞാനല്ല. അപ്പം ഇതെൻ്റെ ശരീരമാണ്, ഞാനല്ല. ഈ ശരീരം നമ്മൾ സാധാരണ ഒരു ശരീരം ഒരാൾക്കുള്ളൂ. പക്ഷേ ശാസ്ത്രം പറയുന്ന 3 ശരീരമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും 3 ശരീരമുണ്ട്, ഒരു ശരീരമല്ല. ആദ്യം എൻ്റെ പേര് പറയാം. പേര് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ദൈവമേ, ആദ്യമൊക്കെ കേൾക്കുക അല്ലേ? സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാനും തൊടാനും പറ്റുന്ന ഈ ശരീരത്തിൻ്റെ പേരാണ് സ്ഥൂല ശരീരം. അത് പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കി നിർമ്മിക്കപ്പെട്ടതാണ്. എന്തൊക്കെയോ പഞ്ചമഹാഭൂതങ്ങൾ? ആകാശം, വായു, അഗ്നി, ജലം, പിന്നൊന്നുകൂടി ഉണ്ടല്ലോ ഭൂമി. പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇങ്ങനെയാണ് പറഞ്ഞത്. 5 ഭൂതങ്ങൾ. ഈ 5 ഭൂതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ സൂക്ഷ്മങ്ങളായി. തസ്മാത് ആത്മന ആകാശ സംഭൂത, ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാവഃ, അദ്യ പൃഥിവി. ഇങ്ങനെയാണ് ഉപനിഷത്തിലുള്ളത്. ഉപനിഷത്ത് 1180 ഉപനിഷത്തുകളാണ് ഉള്ളത്. അതിലൊരു ഉപനിഷത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: തസ്മാത് ആത്മന ആകാശ സംഭൂത, ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാവഃ, അദ്യ പൃഥിവി. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നു. അതിന് പരമാത്മാവെന്ന് പേര് കൊടുക്കുക, നമുക്കിപ്പോൾ അത് വേണമെന്നില്ല. ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നു. ആ ആത്മാവിൽ നിന്ന് ആകാശമുണ്ടായി, ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി, വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി, അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി, ജലത്തിൽ നിന്ന് ഭൂമിയുണ്ടായി. അപ്പോൾ ഈ ആദ്യമായിട്ടുണ്ടായ പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മഭൂതങ്ങളാണ്. ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയിലാണ്. ആ സൂക്ഷ്മഭൂതങ്ങൾ പിന്നെ ഈശ്വര നിശ്ചയപ്രകാരം കൂട്ടിക്കൊഴിച്ചപ്പോഴാണ് സ്ഥൂലഭൂതം. അപ്പോൾ ആ സ്ഥൂലഭൂതത്തിൽ നിന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം നിർമ്മിക്കപ്പെടുന്നത്. എങ്ങനെ കൂട്ടിക്കൊഴിക്കുന്ന അതിന് പഞ്ചീകരണം എന്നാണ് ശാസ്ത്രത്തിൻ്റെ പേര്. ഓരോന്നിലും 5 ഭൂതങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലാക്കി തീർക്കുന്നതിനാണ് പഞ്ചീകരണം എന്ന് പറയുന്നത്. ആ പഞ്ചീകരണത്തിനൊരു മെത്തേഡ് ശാസ്ത്രത്തിൽ പറഞ്ഞിരുന്നു. ആദ്യം ഈ 5 ഭൂതങ്ങളെയും സമഭാഗങ്ങളാക്കി ഈരണ്ടാക്കി, ഈ 2 സമഭാഗങ്ങൾ വീതാക്കി. അതിലൊരു സമഭാഗത്തെ മാറ്റമൊന്നും വരുത്താതെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് രണ്ടാമത്തെ ഭാഗത്തെ നന്നാലാക്കി. ഈ ആദ്യമുണ്ടായത് അതിന് തന്മാത്രം പോലൊരു പേരുണ്ട്, സൂക്ഷ്മഭൂതങ്ങളായിരുന്നു. ആ സൂക്ഷ്മഭൂതങ്ങളെ പഞ്ചീകരണം നടത്തി കൂട്ടിക്കൊഴിച്ചപ്പോൾ അതിനെ സ്ഥൂലഭൂതമായി. ആ സ്ഥൂലഭൂതം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ സ്ഥൂല ശരീരം. ഈ സ്ഥൂല ശരീരം നമുക്ക് മറ്റുള്ള ശരീരത്തെ കാണാൻ തൊട്ടാൽ അതൊക്കെ പറ്റും. പക്ഷേ ഇനിയൊരു ശരീരമുണ്ട്. അതെങ്ങനെയാണ് ആ ശരീരം? അതിന് 19 ഘടകങ്ങളുണ്ട്. രണ്ടാമത്തെ ശരീരം സൂക്ഷ്മ ശരീരം എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. 5 ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്
അല്ലേ? എല്ലാവർക്കും ഉണ്ടല്ലോ അത് അല്ലേ? അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചാൽ നല്ല നഷ്ടപ്പെട്ടു പോയാലേ. അപ്പോൾ 5 ഇന്ദ്രിയങ്ങൾ, അതിനെ അറിയാനുള്ള ഇന്ദ്രിയങ്ങളായതുകൊണ്ട് അതിന് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നാണ് പേര് കേട്ടോ. കാണാൻ കണ്ണ്, മണക്കാൻ മൂക്ക്, രുചിക്കാൻ നാക്ക്. നാക്കിന് 2 പണിയുണ്ട് കേട്ടോ, സൂക്ഷിച്ച് വേണം. തെറ്റിച്ച് ചെയ്ത പല്ലിൻ്റെ സാധനമൊക്കെ മാറിപ്പോകും. അപ്പോൾ കാണാൻ കണ്ണ്, മണക്കാൻ മൂക്ക്, രുചിക്കാൻ നാക്ക്, കേൾക്കാൻ കാത്, സ്പർശിക്കാൻ തൊട്ട്. ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങൾ. അതിന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം എന്നാ പറയാം. വാക്ക് സംസാരിക്കുന്ന അത് നാക്കിൻ്റെ പണിയാണ്. നാക്ക് നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിൽ പല്ലിൻ്റെ സ്ഥലമൊക്കെ നാക്ക് പോകും. അത് സൂക്ഷിച്ചോളാം, അവരെ സൂക്ഷിച്ചോളാം. അപ്പം വാക്ക്, അതാണ് വാക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഉപകരണം, അതാണ് നാക്ക്. സ്വാദം അറിയുമ്പോൾ അതിന് പേര് വേറെ, വർത്താനം പറയുമ്പോൾ പേര് വാക്ക്. പിന്നെ 2 കൈകൾ, എല്ലാവർക്കും ഉണ്ട് 2 കൈകൾ. പിന്നെ 2 പാദങ്ങൾ, വാക്ക്, പാണി, പാദം, മലദ്വാരം, ജനനേന്ദ്രിയം. ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇതൊക്കെ സൂക്ഷ്മമായ ശക്തിവിശേഷങ്ങളാണ് കേട്ടോ, സൂക്ഷ്മമായ ശക്തിവിശേഷങ്ങളാണ്. അങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയം. ആ ജ്ഞാനേന്ദ്രിയങ്ങളും സൂക്ഷ്മമായ ശക്തിവിശേഷങ്ങളാണ്. കണ്ണ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, വേറൊരുത്തൻ്റെ കണ്ണും കാണാൻ പറ്റുന്നില്ല. എന്താ? ഈ അവയവ ഇങ്ങനെ കാണുന്നുണ്ട്, അത് അല്ല കണ്ണ്. ആ ശക്തിയാണ് കണ്ണായിട്ടുള്ളത്. അപ്പോൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇനി 5 പ്രാണങ്ങൾ. നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, മൂക്കിൽ കൂടി കാറ്റങ്ങോട്ട് കയറുന്നു. കാറ്റ് കയറി ഇത് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ഓരോ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. മൂക്കിൽ കൂടി ആദ്യം ഹൃദയത്തിൽ പറയുമ്പോൾ അതിൻ്റെ പേര് പ്രാണൻ എന്നാണ്. മരുദ്വാരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പേര് അപാനൻ എന്നാണ്. പിന്നെ വയറ്റിൽ ദഹനം നടത്താൻ സഹായിക്കുമ്പോൾ അതിൻ്റെ പേര് സമാനൻ എന്നാണ്. രക്തം ഇങ്ങനെ ശരീരം മുഴുവൻ ഓടിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നോ മോൻ, ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നു. അപ്പോൾ ദഹനം നടത്തുമ്പോൾ സമാനൻ എന്നാണ്. കഴുത്തിലുള്ള മേലോട്ടുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പേര് ഉദാനൻ എന്നാണ്. ഇനി കേരള വിട്ടുപോയ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ദഹനത്തിനുള്ള. അപ്പോൾ 5 പ്രാണങ്ങൾ. അതും സൂക്ഷ്മമായ രീതിയിലുള്ളതാണ്, കാണാനൊന്നും പറ്റാത്തതാണ്. അപ്പോൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പ്രാണങ്ങൾ. എല്ലാവർക്കും ഉണ്ടോ? ഉണ്ടല്ലേ? ഇനി പിന്നെ ഒരു 4 കാര്യം ഓർക്കാനായിട്ടൊരു ഉപകരണം, സംശയിക്കുന്ന ഉപകരണം, തീരുമാനിക്കുന്ന ഉപകരണം. പിന്നെ ഞാൻ നമ്മളെ കൊണ്ട് അഭിമാനിപ്പിക്കുന്ന ഒരു ഉപകരണം. അത് 4 എണ്ണം. അപ്പോൾ സംശയിക്കുന്ന ഉപകരണം ഇന്ന് പോണോ? സംശയിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് മനസ്സ്. കൊണ്ടുവരില്ലേ? പിന്നെ തീരുമാനിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ബുദ്ധി. ഓർമ്മിക്കുന്ന ഉപകരണം എത്രയോ കൊല്ലം മുമ്പ് നടന്നത് ഇന്ന് രാവിലത്തെ അവങ്ങ് മറന്നുപോകും. കുറേ കൊല്ലം മുമ്പുള്ളത് ഓർമ്മയുണ്ട. ഓർമ്മിക്കുന്ന ആ ഉപകരണത്തിൻ്റെ പേരാണ് ചിത്ത അല്ലേ? പിന്നെ ഒരു ഉപകരണമുണ്ട്, അഹങ്കാരം എന്നാണ് അതിൻ്റെ പേര്. താനല്ലാത്തതിൻ്റെ താനാണെന്ന് തോന്നിപ്പിക്കുന്ന ഉപകരണം. കണ്ടു, ആരാ കണ്ടത്? ഞാൻ കണ്ടത്. കണ്ടല്ലേ? ആ കണ്ണിനെ പറയുന്ന ഞാൻ കണ്ടു, കേട്ടു. ആരാ കണ്ടത്? കാതാ. പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞു. ഇത് നമ്മളെ കൊണ്ട് നമ്മുടേതല്ലാത്ത പ്രവൃത്തി ചെയ്ത് അത് ഞാനെന്ന് അഭിമാനിപ്പിക്കുന്ന ഒരു ഉപകരണമുണ്ട്, അതാണ് അഹങ്കാരം. അപ്പം മൊത്തം എത്ര ഉപകരണമായി? 19 പറഞ്ഞില്ലേ? 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അപ്പോൾ 19ആയില്ലേ? ഇതിൻ്റെ പേരാണ് സൂക്ഷ്മ ശരീരം. എന്താ എല്ലാവർക്കും അത് സമ്മതിച്ചല്ലോ? സ്ഥൂല ശരീരം കഴിഞ്ഞു സൂക്ഷ്മ ശരീരം. ഇനി ഒരു ശരീരമുണ്ട്, അതിനൊരു പേര് സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. എന്താ ആ പേര് വന്നത്? എല്ലാ പല്ലാപ്പിനും കാരണമായതുകൊണ്ടാണ്
കാരണ ശരീരം എന്ന് വിളിക്കുന്നത്. അപ്പൊ കാരണ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? അവനവനെ കുറിച്ചുള്ള അറിവില്ലായ്മ. അറിവില്ലായ്മ ഒരു ശരീരമാവുക, അതിനെന്തെങ്കിലും കാരണമാവുക. അങ്ങനെ ഉണ്ടാകാറില്ല അറിവില്ലായ്മ. അയ്യോ പാമ്പെന്നും പറഞ്ഞു മോൻ സന്ധ്യയ്ക്ക് ആരെങ്കിൽ വീണു. അമ്മ ടോർച്ചെടുത്ത് ചോദിച്ചു, എന്താ പറ്റി? പാമ്പ് കടിച്ചല്ല. പാമ്പ് എവിടെ? അതാ കിടക്കുന്നു. നമ്മൾ ടോർച്ചെടുത്ത് നോക്കിയപ്പോൾ കയറാം. പിന്നെ ഇത് വീടിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. അവൻ നോക്കിയപ്പോൾ പാമ്പാന്ന് തോന്നി അല്ലേ? അതാണ് ആ പാമ്പിനെ കുറിച്ചുള്ള അറിവില്ല, അല്ല കയറിനെ കുറിച്ചുള്ള അറിവില്ലായ്മ പാമ്പിനെ കാണിച്ചു. നട്ടുച്ചയ്ക്ക് ഒരാൾ അയാ വെള്ളിയെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് എടുത്തപ്പോൾ ഒരു എന്താണ് ഒരു കട്ട. അതിങ്ങനെ മരത്ത് കിടന്നപ്പോൾ സൂര്യൻ്റെ പ്രകാശം കൊണ്ടത് വെള്ളി കാണുമ്പോൾ അങ്ങനെ പലതിനെയും അറിയാതിരുന്നാൽ മറ്റ് ഭരണങ്ങളുണ്ടാവും, അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒന്നിനെ മറക്കുക, വേറൊന്നിനെ കാണിക്കുക. ഈ രണ്ട് കഴിവ് ഈ അറിവില്ലായ്മയ്ക്കുണ്ട്, അജ്ഞാനത്തിനുണ്ട്. അതിന് അവിദ്യ എന്നും വേറൊരു പേരുണ്ട്. അപ്പം തന്നെ അറിയാതിരിക്കുന്നത് കൊണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതായിട്ട് പോകുന്നു. അപ്പോൾ ഇതൊന്നും സത്യമല്ലേ? സത്യമല്ല, മിഥ്യയാണ്. സത്യമാവണമെങ്കിൽ അതിൻ്റെ നിയമമുണ്ട്. അതിൻ്റെ ഒരു പരിണാമവും വരാതെ നിലനിൽക്കുന്നത് മാത്രമേ സത്യമാവൂ. ഏത് എന്നാ വ്യഭിചരത്തി തദ്സത്. ഇതാണ് ശ്രീശങ്കരൻ പറഞ്ഞത്. ഞാൻ എൻ്റെ കൂടെ ഒരു വാക്കുകൂടി ചേർക്കും. ഏത് തൃശ്വപി കാലേഷു എന്ന വ്യഭിചരത്തി തദ്സത്. മൂന്ന് കാലത്തിലും യാതൊരു പരിണാമവുമില്ലാതെ ഒരേ മാതിരി നിലനിൽക്കുന്നതും എപ്പോഴും അനുഭവപ്പെടുന്നതും ഏതോ അതാണ് സത്യം. ഇന്നൊരു വസ്തുവേ ഉള്ളൂ. അത് ഞാൻ എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കുകയുള്ളൂ. ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കുന്ന വസ്തു ഈ ഞാൻ തന്നെയാണ്. പേര് നമുക്ക് പിന്നീട് പറയാം. ഈ ഞാൻ. അപ്പോൾ ഈ കാരണ ശരീരം എന്ന് പറഞ്ഞത് അവനവനെ കുറിച്ചുള്ള അറിവില്ലായ്മ. അവനവനെ കുറിച്ചുള്ള അറിവില്ലായ്മ ഉള്ളത് കൊണ്ട് നമ്മൾ പല തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നു. അങ്ങനെയാണ് ഈ പ്രപഞ്ചാനുഭവങ്ങളൊക്കെ വരുന്നത്. ഇത് ദുഃഖത്തിന് കാരണമാകും, സുഖത്തിന് കാരണമാകും. എന്താ സുഖം, എന്താ ദുഃഖം എന്ന് ആരും ചിന്തിക്കാറില്ല. ഉണ്ടോ? അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നല്ലേ എന്നാണ് ചോദിച്ചത്. ഒരു നിർവചനം പറഞ്ഞാൽ എന്താ പറയുക? എന്താ സുഖം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? സ്വാമിക്ക് അറിഞ്ഞോളൂ സുഖം. സിനിമ കാണിച്ച സുഖം, പാട്ട് കേൾക്കൽ സുഖം. അത് ശരിയല്ല. പാട്ട് കേൾക്കൽ ചിലർക്ക് ചില സമയത്ത് സുഖം, ചിലർക്ക് ഒരാൾക്ക് തന്നെ അത് ചിലപ്പോൾ ദുഃഖമായിട്ടും വരാം. അപ്പോൾ സുഖവും ദുഃഖവും എന്നൊരു നിർവചനം പറയണമെങ്കിലേ ഞാനൊരു ചെറിയ ഒരു നിർവചനം പറയാം. അനുകൂലമായ അനുഭവം സുഖം ഏതാണ്ട് പിടികിട്ടിയല്ലേ? പ്രതികൂലമായ അനുഭവം ദുഃഖം. അപ്പോൾ സുഖവും ദുഃഖം ഏതാണെന്ന് മനസ്സിലായി. ഏതാണ്ട് എപ്പോഴൊക്കെയാണ് ഈ സുഖവും ദുഃഖവും അനുഭവം വരുന്നത്? നമ്മൾക്ക് ഉണർന്നിരിക്കുന്ന അവസ്ഥയുണ്ട്, അതിന് ജാഗ്രത അവസ്ഥ എന്ന പേര്. സ്വപ്നം കാണുന്ന അവസ്ഥയുണ്ട്, അതിന് സ്വപ്നാവസ്ഥ എന്ന പേര്. സ്വപ്നമില്ലാതെ ഗാഠനിദ്രയുണ്ട്. ആ ഗാഠനിദ്രയ്ക്ക് സംസ്കൃതത്തിൽ പേര് സുഷുപ്തി എന്നാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ചിന്തിച്ച് നോക്കാം. ജാഗ്രത ഉണർന്നിരിക്കുന്നു. ഇവിടെ നമ്മൾക്ക് അനുകൂലമായ അനുഭവം വരുമ്പോൾ അതിന് സുഖമെന്ന് പറയുന്നു, പ്രതികൂലമായ അനുഭവം വരുമ്പോൾ ദുഃഖമെന്ന് പറയുന്നു. അപ്പോൾ ജാഗ്രതത്തിൽ സുഖവും ദുഃഖവും ഉണ്ട്, ശരിയാണ്. സ്വപ്നത്തിലും ഉണ്ട് സുഖവും ദുഃഖവും. പക്ഷേ ജാഗ്രതയിലെ സുഖത്തിൻ്റെ കാണുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന അനുകൂലമായ അനുഭവം സുഖം. മനസ്സോടുകൂടി ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞു, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളൊക്കെ പറഞ്ഞു. അപ്പം മനസ്സോടുകൂടിയ ഇന്ദ്രിയങ്ങൾ അതാതിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന അനുകൂലമായ അനുഭവം സുഖം, പ്രതികൂലമായ അനുഭവം ദുഃഖം. ഇത് ജാഗ്രതയിലും സ്വപ്നത്തിലും ഗാഠനിദ്രയിൽ ഒന്നും അറിയുന്നില്ല. സമാധിയിൽ ഈ സുഖവും ദുഃഖവും അല്ല, ആനന്ദമാണ് അനുഭവപ്പെടുന്നത്. ഇത് ആനന്ദമാണെന്നുള്ളത് തൈത്തരീയോപനിഷത്തിലെ 2-ാം അധ്യായത്തിലെ 9-ാമത്തെ അനുവാദത്തിൽ ചർച്ച ചെയ്യുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനെന്ന് പറയുന്നത് അപ്പം സ്ഥൂല ശരീരമല്ല, സൂക്ഷ്മ ശരീരമല്ല, കാരണ ശരീരവുമല്ല. കാരണ ശരീരം എന്താന്ന് പറഞ്ഞു? അവനവനെ കുറിച്ചുള്ള
എന്ന് പറഞ്ഞു തന്നു. 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, 5 പ്രാണങ്ങള്, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ 19 ഘടകങ്ങളോട് കൂടിയ ആ ശക്തി സമൂഹത്തിൻ്റെ പേരാണ് സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരവും ഞാനല്ല. കാരണ ശരീരം അവനവനെ കുറിച്ചുള്ള അറിവില്ലായ്മ. ഞാൻ ആര് എന്ത് എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. ശരീരമല്ല എന്ന് പറഞ്ഞു. അപ്പം ഈ കാരണ ശരീരവും ഞാനല്ല, സൂക്ഷ്മ ശരീരവും ഞാനല്ല, സ്ഥൂല ശരീരവും ഞാനല്ല. പിന്നെ ഞാൻ ആര്? ഉപനിഷത്ത് പറയുന്നത് ഞാനെന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവെന്ന് കേട്ടിട്ടുണ്ടല്ലേ? എന്താണെന്ന് മനസ്സിലാവും. ഞാൻ ആത്മാവാണ്. ആത്മാവ് എന്നുള്ള വാക്ക് സംസ്കൃതത്തിലുള്ള വാക്കാണ്. 4 അർത്ഥമുണ്ട്. അത് വ്യാകരണ നിയമപ്രകാരം അങ്ങനെ വന്നു ചേരും. 4 അർത്ഥമാണ്. ആത്മാ എന്താ 4 അർത്ഥം? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വസ്തു, അതാണ് ആത്മാ. ഈ ശരീരത്തിലെ നമ്മുടെ ആത്മാവ് ശരീരത്തിലിരിക്കുന്നതാണ് ഇപ്പം നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് തിരിച്ചാണ്. ആത്മാവിൽ ശരീരങ്ങളിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ആത്മാവ് ഒന്നേ ഉള്ളൂ. അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചതാണ്. അഥവാ പ്രപഞ്ചം ഈ സർവവ്യാപിയായ ആത്മാവിൽ നിലനിൽക്കുന്നു എന്നാണ് പറയാം. എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ആത്മാവ് ആത്മാവാണ് ഞാൻ. ആത്മാവെന്നുള്ളതിന് 4 അർത്ഥമുണ്ടെന്ന് പറഞ്ഞു. ഒരർത്ഥം എന്താണ്? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വസ്തുവാണ് ആത്മാവ്. എല്ലായിടത്തും ആത്മാവില്ലാത്ത ഇടമില്ല. ആകാശത്തിനേക്കാളും സൂക്ഷ്മമാണ്. അപ്പോൾ ആത്മാവ് ഒരർത്ഥം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. രണ്ടാമതൊരർത്ഥം കൈകളാവുന്ന ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ എടുക്കുന്നത് ആത്മാവ്. കേട്ടോ? കൈകളാവുന്ന ഇന്ദ്രിയങ്ങളാവുന്ന കൈകളിലൂടെ വിഷയങ്ങളെ എടുക്കുന്നത് ആത്മാവ്. കണ്ണുകൊണ്ട് രൂപത്തെ എടുക്കുന്നു, മൂക്കുകൊണ്ട് ഗന്ധത്തെ എടുക്കുന്നു, നാക്കുകൊണ്ട് രസത്തെ എടുക്കുന്നു, കാതുകൊണ്ട് ശബ്ദങ്ങളെ എടുക്കുന്നു, തൊട്ടുകൊണ്ട് സ്പർശത്തെ എടുക്കുന്നു. ഇനി മൂന്നാമത്തെ അർത്ഥം ഇന്ദ്രിയങ്ങളാകുന്ന വായുകളിലൂടെ വിഷയങ്ങളെ തിന്നുന്നത് ആത്മാവ്. എടുക്കുന്നതിന് പകരം തിന്നുന്നതെന്നാക്കി. ഇപ്പോൾ മൂന്നാമത്തെ അർത്ഥം കിട്ടി. ആദ്യം പോലെ പറയാം, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആത്മാവ്, ഇന്ദ്രിയങ്ങളാവുന്ന കൈകളിലൂടെ വിഷയങ്ങളെ എടുക്കുന്ന ആത്മാവ്, ഇന്ദ്രിയങ്ങളാവുന്ന വായുകളിലൂടെ വിഷയങ്ങളെ തിന്നുന്നത് ആത്മാവ്. നാലാമത്തെ അർത്ഥം ഒരു കാലത്തും യാതൊരു പരിണാമവുമില്ലാതെ ഒരേ തരത്തിൽ വർത്തിക്കുന്ന വസ്തു ആത്മാവ്. ഇത് ശ്രീശങ്കരൻ വിഷ്ണുപുരാണത്തിൽ നിന്നൊരു ശ്ലോകം കൂട്ടിയതിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഹരിയാനയിൽ നിന്ന് ഉള്ള ഒരാളാണ്, യോഗാസനം പഠിപ്പിക്കുന്ന ആളാണ്, എൻ്റെ ശിഷ്യത്തെയും കൂടിയാണ്. ഇപ്പോൾ ഗീത പഠിപ്പിച്ചിരിക്കുക. 2ാമത്തെ അധ്യായം കുറേ ആയി. അത് പഠിക്കാനായിട്ട് വളരെ തീവ്രമായ ആഗ്രഹമുള്ള ആളാണ്. പിന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഹരിയാനയിലാണ് സ്വദേശം. ഭർത്താവിന് ഇവിടെ ISRന് ജോലിയുണ്ട്. അപ്പോൾ ഞാൻ അല്ല എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? വിഷ്ണുപുരാണത്തിലെ ശ്ലോകം യച്ചാപ്നോതി തദാദത്തെ യച്ചാസ്തി വിഷയാനിഹ യച്ചാസ്യ സന്തതോ ഭാവഃ തസ്മാത് ആത്മേതി കഥ്യത്തെ. ഇതിലാണ് ഈ ആത്മപദത്തിന് 4 അർത്ഥമുണ്ടെന്നുള്ള ഈ ശ്ലോകം. 4 അർത്ഥങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് ആത്മാവ്. പിന്നെ ഇന്ദ്രിയങ്ങളാകുന്ന കൈകളെ കൊണ്ട് വിഷയങ്ങളെ എടുക്കുന്നത് ആത്മാവ്. ഇന്ദ്രിയങ്ങളാകുന്ന വായുകളെ കൊണ്ട് വിഷയങ്ങളെ തിന്നുന്നത് ആത്മാവ്. ഒരു കാലത്തും യാതൊരു പരിണാമവുമില്ലാതെ എന്നും നിലനിൽക്കുന്നത്, എപ്പോഴും അനുഭവപ്പെടുന്നത് ഏതോ അത് ആത്മാവ്. ഞാനുള്ളതിൻ്റെ അനുഭവത്തിന് വല്ല കുറവുണ്ടോ? ജാഗ്രതയിലും ഞാനുണ്ട്, സ്വപ്നത്തിലും ഞാനുണ്ട്, ഗാഠനിദ്രയിലും ഞാനുണ്ട്, ഇല്ലേ? എല്ലാവർക്കും അനുഭവമില്ലേ? അപ്പോൾ അതിനെ യത് ന വ്യഭിചരത്തി തത് സത്. അപ്പം ഇങ്ങനെ മാറ്റമില്ലാതെ വെക്കുന്നതിൻ്റെ പേരാണ് സത് അല്ലെങ്കിൽ സത്യം.
അപ്പൊ ഈ ആത്മാവിന്റെ സ്വരൂപം എന്ത്? ആത്മാവ് നീണ്ടതാണോ, ഉരുണ്ടതാണോ, പരന്നതാണോ, വെളുത്തതാണോ, കറുത്തതാണോ? എന്താ പറയാ? ഇതൊന്നും അതിന് ശരിയല്ല. ആത്മാവുണ്ട്. ആത്മാവിന്റെ സ്വരൂപം അന്വേഷിച്ച് പോയാൽ അത് ഉപനിഷത്തിലാണ് അത് കാണുന്നത്. ഉപനിഷത്തിൽ ഒരുപാട് തരത്തിൽ പറയുന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് രണ്ടു മൂന്നെണ്ണം തിരഞ്ഞെടുത്തിട്ട് പറയാം. സത്യസ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ്, പിന്നെ അനന്തമാണ്. 4 വാക്ക് ഒരുപാട് തരത്തിൽ പറയുന്നുണ്ട്. ഞാൻ 4 എടുത്തു. സത്യസ്വരൂപമാണ്. സത്യം എന്നുള്ളതിന് നിർവചനം ഇപ്പോൾ പറഞ്ഞു. ഏത് ന വ്യഭിചരത്തി തദ്സരം. ഞാനതിൽ എൻ്റെ പോരായ്മ കൊണ്ടായിരിക്കാം ഒരു വാക്ക് കൂട്ടിച്ചേർത്തുന്നത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്ന വസ്തുവിന് മുമ്പ് പരിണാമം ഉണ്ടായിരുന്നില്ല, ഇപ്പം പരിണാമം സംഭവിക്കുന്നില്ല, ഭാവിയിൽ പരിണാമം ഉണ്ടാവുകയും. അതുകൊണ്ട് യത് ത്രിഷ്വപി കാലേഷു ന വ്യഭിചരത്തി തദ്സരം. ചുരുക്കത്തിൽ പറഞ്ഞ ഏതൊരു വസ്തുവിനാണോ യാതൊരു പരിണാമവുമില്ലാതെ എപ്പോഴും നിലനിൽക്കുന്നത്, എപ്പോഴും അനുഭവപ്പെടുന്നത്, അതാണ് സത്യം. അതിൻ്റെ സത്യം എന്ന് പറയാം. അപ്പോൾ ആത്മാവ് സത്യസ്വരൂപമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിയാണ്. ഈ ഞാനെന്ന ആത്മാവ് സത്യസ്വരൂപമാണ്. ഇനി രണ്ടാമത് സത്യം ജ്ഞാനം. ജ്ഞാനസ്വരൂപമാണ് ആത്മാവ്. ഏതറിവിൻ്റെയും മൂലകേന്ദ്രം ഏത്? ഞാനല്ലേ. ഞാനിൽ നിന്നല്ലേ രൂപവും രസവും ഗന്ധവും മണവും ഒക്കെ വരുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ആശ്രയസ്ഥാനവും കൂടിയാണ് ഈ ഞാൻ. അപ്പോൾ ഇവിടെ എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടം ഞാനായതുകൊണ്ട് ഈ ഞാൻ ജ്ഞാനസ്വരൂപം. അപ്പോൾ സത്യം ജ്ഞാനം അനന്തം, അന്തമില്ലാത്തതാണ്, അവസാനമില്ലാത്തതാണ്. അപ്പോൾ ഈ കസേരയ്ക്ക് ഇപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇല്ല, അപ്പുറത്തും ഇല്ല, ഇപ്പുറത്തും ഇല്ല, 4 വർഷത്തിന് ഇല്ല. അപ്പോൾ ഈ കസേരയ്ക്ക് അന്തമുണ്ട്, ആത്മാവിന് അന്തമില്ല. ഇനി ഈ കസേര വലിപ്പം, അപ്പോൾ അതിന് ദേശം എന്ന് പറയാം, സ്പേസ്. ആത്മാവിന് അതുമില്ല, ലിമിറ്റേഷനില്ല. കാലം കൊണ്ടും ദേശം കൊണ്ടും വസ്തുക്കളെ കൊണ്ടും. ഈ കസേരയുടെ ഇപ്പുറത്ത് ഇതില്ല. അങ്ങനെ വസ്തുക്കൾ, പലതരം വസ്തുക്കളുണ്ട്. ഈ വസ്തുക്കളെ കൊണ്ടുള്ള അന്തവും ആത്മാവിനില്ല. കാലം കൊണ്ട് ഈ കസേര 50 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇനി 50 കൊല്ലം കഴിഞ്ഞാൽ ഇല്ലാതെയാവും. കാലം കൊണ്ട് അന്തമുള്ളതാണ്. ആത്മാവിന് ദേശം കൊണ്ട് അന്തമില്ല, കാലം കൊണ്ട് അന്തമില്ല, വസ്തുക്കളെ കൊണ്ടും അന്തമില്ല. അതുകൊണ്ട് തന്നെ അനന്തമാണ്. ആത്മാവ് സത്യസ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണ്, അനന്തമാണ്. ഇനി ആനന്ദസ്വരൂപമാണ്. സുഖവും ആനന്ദവും പര്യായമായിട്ടാണ് എല്ലാവരും പറഞ്ഞു വരുന്നത്. അത് ലോകവ്യവഹാരത്തിൽ അത് മതി. പക്ഷേ ഉപനിഷത്തിൽ അത് സമ്മതിക്കുന്നില്ല. അത് തൈത്തിരീയോപനിഷത്തിലാണ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ആനന്ദം ബ്രഹ്മ, ആനന്ദം. സുഖത്തിന് നിർവചനം പറഞ്ഞു, അനുകൂലമായ അനുഭവം. ഇത് അനുകൂലമായ അനുഭവം മാത്രമേ ഉള്ളൂ, പ്രതികൂലമായ അനുഭവമില്ല. അപ്പോൾ ആ ആനന്ദത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആനന്ദം എന്നുള്ള ശബ്ദം തന്നെ സുഖം എന്നുള്ള അർത്ഥത്തിൽ തൈത്തിരീയോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് തുടങ്ങിയത് മനുഷ്യാനന്ദം മുതൽ ബ്രഹ്മാവിൻ്റെ ആനന്ദം വരെ 10 ഗണങ്ങളായിട്ട് തിരിച്ചു. അപ്പോൾ ഒരു മനുഷ്യാനന്ദത്തിൻ്റെ 100 ഇരട്ടിയാണ് മനുഷ്യ ഗന്ധർവൻ്റെ ആനന്ദം. പിന്നെ ഗന്ധർവൻ്റെ ആനന്ദം, ദേവൻ്റെ ആനന്ദം, പ്രജാപതിയുടെ ആനന്ദം. ഇങ്ങനെ പറഞ്ഞ് ഒരു 10 ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഓരോന്നിനും മുമ്പ് പറഞ്ഞതിൻ്റെ 100 ഇരട്ടി കഴിവുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യാനന്ദത്തിൻ്റെ 10,000 കോടി ഇരട്ടിയിലധികം ഉണ്ട് ബ്രഹ്മാവിൻ്റെ ആനന്ദം. ഇത്രയും പറഞ്ഞിട്ട് പറയാണ്, ഈ ബ്രഹ്മാവിന് കിട്ടുന്ന ആനന്ദം സമാധിയിൽ ഇരിക്കുന്ന ആൾക്ക് കിട്ടുന്ന ആനന്ദ കടലിലെ 2-3 തുള്ളിയുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ആനന്ദം എവിടെയാണ്? സമാധി അവസ്ഥയിലാണ്. അത് ശ്രീരാമസേവൻ സമാധിയിൽ ഇരുന്നപ്പോൾ വിവേകാനന്ദ സ്വാമി അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ശ്രീരാമസേവൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു, കേട്ടോ, അതെ
അത് പറഞ്ഞു തരണമെങ്കിൽ മനസ്സിൻ്റെ സഹായം വേണം. ആ മനസ്സിന് അതിനുള്ള കഴിവില്ല. ഒരു ഉപ്പുപാവ എടുത്തിട്ട് കടലിൻ്റെ ആഴം അളക്കാനായിട്ട് വേണ്ടി എന്താ സംഭവിക്കുക? അടിയിലെത്തുമോ? ഉപ്പുപാവ അത് ലയിച്ചു പോകും. അതുപോലെയാണ് ആത്മാവ്. ഈ ആനന്ദത്തെ അളക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടാൽ അത് ലയിച്ചു പോകും. ഇപ്പോൾ ശ്രീരാമക്ഷയം പറഞ്ഞ് നിങ്ങൾ അത് പരിശീലിച്ച് നിങ്ങൾക്ക് ആ അനുഭവം വരുമ്പോൾ അത് അറിഞ്ഞാൽ മതി. ഏറ്റവും വലിയ ആനന്ദം അനുഭവപ്പെടുന്നത് ഈ സമാധി അവസ്ഥയിലാണ്. നമ്മൾ പ്രയത്നിച്ചാൽ നമുക്കത് സാധിക്കും. ഈശ്വരാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്താൽ മതി. അതിനുള്ള ഒരുപാട് മാർഗങ്ങൾ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദാന്തത്തിൽ ആദ്യമായിട്ട് പറഞ്ഞ ശമം, ദമം, ഉപരതി, തിദിക്ഷ, അശ്രദ്ധ, സമാധാനം എന്നൊക്കെയാണ് പറഞ്ഞു. അതുപോലെ യോഗശാസ്ത്രത്തിനാണെങ്കിൽ ശമം, ദമം, യമ, നിയമാസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. അതിന് സമാധി അവസാനം. അപ്പോൾ സമാധിയിലൂടെ മാത്രമേ അവനവൻ്റെ യഥാർത്ഥ സ്വരൂപം നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതറിഞ്ഞാൽ സകല ദുഃഖങ്ങളും അപ്പാടെ നിൽക്കൂ, എന്നേക്കുമായി ഇല്ലാതെയായിട്ട് കേട്ടോ. ഇനി കൂടുതൽ പറയാനില്ല. ആ വിഷയത്തിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. ആനന്ദ സ്വരൂപമാണ്, അനന്തമാണ്. ഇനി കൂടുതൽ അതിന് ജനനമില്ല, മരണമില്ല. ആത്മാവ് ജനിച്ചതല്ല. ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഇല്ലാതിരുന്നിട്ടുണ്ടാകുന്നതിനെ ജനിക്കുക എന്നാണ്. ആത്മാവ് ഇല്ലാതിരുന്നിട്ട് മരണവുമില്ല. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും നശിപ്പിക്കാനായിട്ട് വെട്ടിക്കുമല്ല, അല്ലേ? തീ എടുത്ത് കത്തിച്ചുമല്ല. പിന്നെ വേണമെങ്കിൽ വെള്ളത്തിലിട്ട് ജീവിച്ച് കളയാം. കാറ്റ് കൊണ്ടാണ്. ഈ 4 ഉപായവും ആത്മാവിനെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റിയത്. അപ്പം മരണവുമില്ല. ഇപ്പം നജായത്തെ മൃതേവാ കഥാചിൻ നായം ഭൂത്വാ ഭവിതാ വാന്നഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ അന്യതേ അന്യമാനേ ശരീരേ എന്നാണ് ഈ ആത്മാവിനെ കുറിച്ച് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത്തിൽ അത് തന്നെയാണ് പറയാം. വേറെ രീതിയിലാണെന്ന് പറയുകയാണെങ്കിൽ മത്തസ്മൃതിജ്ഞാനമബോധനം ച വേദൈശ്ച സർവൈരഹമേവ വേദാന്തവേദവിദേവ ചാഹം ദ്വാവിമോ പുരുഷോ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി ഭൂതസ്ഥോക്ഷരമുച്യത്തെ ഉത്തമഃ പുരുഷസ്ത്വന്യഃ പരമാത്മേതി യാവതഃ യോമാവിശ്യ വിഭർത്യവ്യയൈശ്വരः യസ്മാക്ഷരമതീതോऽഹം ക്ഷരാദപി ചോത്തമः अतोऽस्मि लोके वेदे च प्रथितः पुरुषोत्तमः यो मामेवमसम्मूढः जानाति पुरुषोत्तमं स सर्वविद्भजति मां सर्वभावेन भारत इति मुह्यतमं शास्त्रम् इदमुक्तं मया नघ ॐ तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे पुरुषोत्तमयोगो नाम पञ्चदशोऽध्यायः सर्वधर्मान्